ഇന്നലെ രാത്രി 10:30-ക്കായിരുന്നു അർജന്റീനയും ഓസ്ട്രിയയും തമ്മിലുള്ള ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാമത്തെ മത്സരം അരങ്ങേറാൻ പോകുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായി ഓസ്ട്രിയൻ താരം മാർസെൽ സാബിറ്റ്സർ ഇങ്ങനെ പറയുന്നു: അർജന്റീന വെറുമൊരു സാധാരണ ടീമാണ്. മെസ്സിക്കിപ്പോൾ ഭയപ്പെടുത്തുന്ന വീര്യമില്ല. ഇന്ന് ഞങ്ങൾ ജയിക്കും. എന്നാൽ ഇതിനുള്ള മറുപടി വായ കൊണ്ടല്ല, കാലുകൊണ്ട് കളിക്കളത്തിൽ കാണിക്കാമെന്ന രീതിയിൽ മെസ്സിയും പിള്ളേരും ഡെല്ലാസ് സ്റ്റേഡിയത്തിലോട്ട് വരികയാണ്. വിമർശിച്ചവരെ കാറ്റിൽ പറത്തിക്കൊണ്ട് മെസ്സിയുടെ വക 2 ഗോളും അർജന്റീന രാജകീയമായി റൗണ്ട് ഓഫ് 32 ക്വാളിഫൈ ആകുന്നു. കാലുകൊണ്ടാണ് മക്കളെ കളി, വായ കൊണ്ടല്ല എന്ന രീതിയിൽ അർജന്റീന അവരെ പന്നിക്കിടുകയാണ്. ബോക്സിനകത്ത് ലൗതാരോ മാർട്ടിനസിനെ ഫോൾ ചെയ്തതിന് അർജന്റീനക്കൊരു പെനാൽറ്റി ലഭിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ മെസ്സി അത് വെളിയിലോട്ട് അടിക്കുകയാണ്. എതിരാളികൾ ഈയൊരു നിമിഷം മുതലെടുക്കാൻ നോക്കിയിരുന്നു. എന്നാൽ പിന്നീട് കണ്ടത് മെസ്സിയുടെ പതക്കമായിരുന്നു, മെസ്സിയുടെ വിളയാട്ടമായിരുന്നു. 2 കളിയിൽ 5 ഗോളാണ് നിലവിൽ അർജന്റീന ഇപ്പോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൽ 5 എണ്ണം നേടിയിട്ടുള്ളത് മെസ്സി തന്നെയാണ്. നിലവിൽ ആൾ ടൈം വേൾഡ് കപ്പ് ടോപ്പ് സ്കോറർ മെസ്സി തന്നെയാണ്. 18 ഗോളുകളാണ് നിലവിൽ ഇപ്പോൾ മെസ്സി നേടിയിട്ടുള്ളത്. അതിൽ 5 എണ്ണം ഈ വേൾഡ് കപ്പിലും. മെസ്സി ഒരു മനുഷ്യനാണോ അതോ ഒരു ഏലിയനാണോ എന്ന് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. 39-ാം വയസ്സ് നാളെ ആകുമ്പോൾ അയാൾ കളിക്കളത്തിൽ വിസ്മയം തീർക്കുകയാണ്. പ്രായം അയാൾക്കൊരു പുത്തിരിയല്ല. കളിക്കളത്തിൽ അയാൾ വീണ്ടും വീണ്ടും വിസ്മയങ്ങൾ തീർക്കുകയാണ്. മെസ്സി എന്ന മിശിഹ അവതരിക്കുകയാണ്. തൻ്റെ ലാസ്റ്റ് ഡാൻസ് അയാൾ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. പെനാൽറ്റി പുറത്തോട്ടടിച്ചതിനു പിന്നാലെ ഒരു 10 മിനിറ്റെങ്കിലും അയാൾ സമ്മർദ്ദം മൂലം കളിക്കളത്തിൽ നിശബ്ദനായിരുന്നു. പിന്നീട് ഒരു ഗോൾ നേടിയതോടെ അയാൾക്ക് തൻ്റെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടി. 2 ഗോളുകൾ മെസ്സി നേടിക്കൊണ്ട് അർജന്റീന 2-0 എന്ന സ്കോറിൽ ഓസ്ട്രിയയെ തോൽപ്പിക്കുകയാണ്. വിമർശിച്ചവരെ കാറ്റിൽ പറത്തുകയാണ്. 2026 വേൾഡ് കപ്പ് മെസ്സിയും പിള്ളേരും തൂക്കുമോ? നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ 1 ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.